ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ ഇന്ന് റെസിപ്പിയും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ മിച്ചുവിൻ്റെ ചെറിയ ഷോർട്ട് വീഡിയോ ഇട്ട സമയത്ത് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ത് പറ്റി മിച്ചുവിന് എന്ത് പറ്റി കാലിനെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഇടണ്ടെന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് എടുത്ത ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവന് ഞാനിവിടെ ഞങ്ങളുടെ കുന്നംകുളത്തെ യൂണിറ്റിലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ബിജു ഡോക്ടറെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ രാവിലെ കുട്ടികളൊക്കെ സ്കൂൾ പറഞ്ഞയച്ചിട്ടാണ് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവനക്ക് പ്ലാസ്റ്റർ ഇട്ടിട്ട് 10-15 ദിവസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പ്ലാസ്റ്റർ വെട്ടാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കാലിനൊക്കെ എന്ത് പറ്റിയിട്ടുണ്ടെങ്കിലും വീൽച്ചെയറിൽ കൊണ്ടുപോകില്ല, അവർ സ്ട്രെച്ചറിലാണ് കൊണ്ടുപോകുള്ളൂ. അല്ലെങ്കിൽ അവരുടെ ഡോക്ടർ ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ പറയുകയാണ് എന്താ അത് കാൽമഴയൊക്കെ ആകെ ചിത്രമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടല്ലോ അവരുടെ. അപ്പോൾ ഇഷുമോൻ്റെ പണി ചെയ്തിട്ട് അത് ഇപ്പോൾ ഡോക്ടർ എന്തെങ്കിലും പറയുമോന്നാവോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനത്തെ പ്ലാസ്റ്ററൊക്കെ വെട്ടി ഡോക്ടറൊന്നും പറഞ്ഞൊന്നുമില്ല കേട്ടോ. അപ്പോൾ അവനോട് അങ്ങനെ ചിരിച്ചിട്ട് ആയിയാണ് വരച്ചില്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അവനക്കാണെങ്കിൽ പ്ലാസ്റ്റർ വെട്ടിയതിൻ്റെ സങ്കടത്തിലാണ് കേട്ടോ. അതിന് ചിത്രമൊന്നും വരക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് നേരത്തെ തന്നെ പോകുന്നു കേട്ടോ. അപ്പോൾ വരുന്ന വഴിക്ക് ഞങ്ങൾ ചെറിയൊരു തട്ടുകടയിൽ കയറിയിട്ട് ചായ കുടിക്കാൻ കേട്ടോ. അപ്പോൾ അവിടുത്തെ ഞങ്ങളിപ്പോൾ ഇവന് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് ഇപ്പോൾ പോകുമ്പോൾ ഒരു പ്രാവശ്യം കഴിച്ചിട്ട് ഭയങ്കര ടേസ്റ്റുള്ള പലഹാരങ്ങളാണ് കേട്ടോ ഇവിടെ ഉള്ളതൊക്കെ. അപ്പോൾ പിന്നെ ഞങ്ങളിപ്പോൾ ഈ വഴിക്ക് വരുന്ന സമയത്ത് ഇവിടെ കയറാറുണ്ട്. അപ്പോൾ ഇഷ്മനക്കൊന്നും വേണ്ടാവട്ടെ ഇരിക്കുകയെന്ന് കേട്ടോ. പിന്നെ മിച്ചുവിന് കൊണ്ടുവന്നപ്പോൾ പിന്നെ അവനും എടുത്ത് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ മിച്ചുവിനുള്ള വണ്ടിയിലേക്ക് കൊടു നിർത്താണ്. പിന്നെ അവനക്ക് കാപ്പി വേണം പറഞ്ഞപ്പോൾ ഞാൻ കാപ്പിയും കൂടിയും കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ വീണ്ടും വേണം പറഞ്ഞിട്ട് അപ്പോൾ വീണ്ടും കൊടുന്ന് നോക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ചട്നി കേട്ടോ, അതും നല്ല ടേസ്റ്റുള്ള തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു അത്യാവശ്യം പ്രായമുള്ള ഒരു ഉപ്പയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനും ഒക്കെയും കൂടിയിട്ട് അവിടെ തന്നെ ഇരുന്ന് കഴിച്ചു. അവിടെ ഞാൻ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല, എന്നാൽ ചെറിയൊരു ബെഞ്ച് മാത്രം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ മാത്രം ഇരുന്നിട്ട് അങ്ങനെ കഴിച്ച്. പിന്നെ വരുന്ന വഴിക്ക് ഞങ്ങൾ മന്തിയൊക്കെ വാങ്ങിയിട്ടാണ് പോകുന്നിട്ട്. വീട്ടിൽ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുഞ്ഞിനടുത്തിപ്പോൾ ഞങ്ങൾ മന്തിയൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ പോരുകയാണ് ചെയ്തത്. അപ്പോൾ ഇഷ്മോൻ ഇപ്പോഴും ആ സങ്കടത്തിൽ തന്നെയാണ്. അവൻ്റെ പ്ലാസ്റ്റർ വെട്ടിയോണ്ട് അവനക്ക് ചിത്രമൊന്നും വരക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നും കൂടി വൈറ്റ് പെയിൻ്റ് അടിച്ചിട്ട് എനിക്ക് ചിത്രം വരക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ മിച്ചുവിന് എന്താ പറ്റിയിട്ടുണ്ടെങ്കിൽ അവന് ഫുട്ബോൾ കളിക്കുമ്പോൾ വീണതാണ് കേട്ടോ. അപ്പോൾ കാലിൻ്റെ മുട്ടിന് ചെറിയ സ്ക്രാച്ച് ഉണ്ട്. എല്ലിനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് പ്ലാസ്റ്റർ ഇടണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഒരു 10-15 ദിവസം ഒന്ന് റെസ്റ്റ് എടുത്താൽ മതിയായിരുന്നു. അപ്പോൾ പ്ലാസ്റ്റർ ഇടാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഇടാൻ പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടതാണ് കേട്ടോ. അങ്ങനെ 15 ദിവസം കഴിഞ്ഞ് പിന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒക്കെ വെട്ടി. ഇനി ഒരു 10 ദിവസം കൂടിയും അതുപോലെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് പിന്നെ എക്സസൈസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. വെയിറ്റൊക്കെ തൂക്കിയിട്ടുള്ള എക്സസൈസൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ട് വല്ല മണലിൻ്റെലൊക്കെ ഒന്ന് തൂക്കിയിട്ട് അങ്ങനെ എക്സസൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെന്നൈ കോളേജിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് അവനക്ക് കാലിന് പരിക്ക് പറ്റിയത്. അപ്പോൾ അവിടെ നിന്ന് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി ഒരു 10 ദിവസം കൂടിയൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞൊന്ന് ഫ്രഷ് ആയിട്ട് ഇനി മന്തി കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ ആദ്യം ഇഷുമോനക്കൊന്ന് കൊടുക്കട്ടെ, അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്കൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള മന്തി ആയിരുന്നു കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ കൂടെയുള്ള ഒരു ഗ്രീൻ ചട്നിയും റെഡ് ചട്നിയൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല കേട്ടോ. മന്തിയും പിന്നെ മയോണൈസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. മറ്റൊന്നും അതിന് കുട്ടികൾക്ക് അത്ര ഇഷ്ടമല്ല. പിന്നെ മയോണൈസ് ഉണ്ടെങ്കിൽ മന്തിയുടെ കൂടെ പിന്നെ മറ്റൊന്നിൻ്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ ഇത്രയ്ക്കാണ് ഇന്നത്തെ എൻ്റെ ചെറിയൊരു വ്ളോഗിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ ഒരു വീഡിയോ ഇടണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ ചോദിച്ചപ്പോൾ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് കരുതിയിട്ട് അങ്ങനെ ഇട്ട വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത് ഷോർട്ടാക്കി ഇടാൻ വേണ്ടിയിട്ട് എടുത്ത ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അത് അങ്ങനെ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയിപ്പോൾ അതൊരു അടിപൊളി വീഡിയോയുമായി വരുന്ന എല്ലാവരോടും ബൈ.